ഹലോ, ഇന്നൊരു സാറ്റർഡേ വിശേഷം പറയാം കേട്ടോ. അതായത് സാറ്റർഡേയ്സിൽ ഞാൻ ചിലപ്പം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ചില മനുഷ്യരെയൊക്കെ എപ്പോഴും എന്നല്ല വല്ലപ്പോഴും ഒക്കെ ഫോൺ വിളിക്കാറും സംസാരിക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പം അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, എന്താണ് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതാണ്, എന്താ ബിന്ദു ഒന്നുമില്ലടി, മെഷീൻ കണക്കെ ഇങ്ങനെ പോകണു, രാവിലെ പോകുന്നു, ജോലിക്ക് പോകുന്നു, വൈകിട്ട് തിരിച്ച് വരുന്നു, അങ്ങനെ പോകുന്നു, സൺഡേ റെസ്റ്റ് എടുക്കുന്നു, ഉറങ്ങുന്നു, ഇങ്ങനെ ഒരു ലൈഫാണെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 90s കിഡ്സ് എല്ലാവരും കടന്നു പോകുന്ന ഒരു ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലാണതല്ലേ. നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും അതേപോലെ ഒരു ഫാമിലി ബിൽഡ് ചെയ്യാനും പിന്നെന്താണ് നമ്മുടെ സൊസൈറ്റൽ കമ്പാരിസൺസിൻ്റെ ഒക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും ഒക്കെയുള്ള ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോകാതിരിക്കുക. നമ്മുടെ പല ബന്ധങ്ങളും അതിലൂടെ നഷ്ടപ്പെട്ടേക്കാം, നമുക്ക് പലതും കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാം. നമ്മളാകപ്പാടെ ഒരു നമുക്കിതുവരെ പരിചിതമില്ലാതിരുന്ന ഭയങ്കര അടിച്ചു പൊളിച്ച് നടന്നിരുന്ന ഒരുപാട് പേര് ഇപ്പോൾ വീട്, ഫാമിലി ആ ഒരു ഇതിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആകുമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡായി ഡിസ്റ്റർബ്ഡായി എന്നൊക്കെ തോന്നുമ്പോൾ നമ്മളെ നന്നായിട്ട് അങ്ങ് ചേർത്ത് പിടിച്ചേക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്കൊക്കെ പോകും. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ടായി, എപ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ടെൻസ്ഡായി, നമുക്ക് പറ്റുന്നില്ല, അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ മൈൻഡ് ഭയങ്കര ശോകമാണ് എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്ത് നമ്മളെ തന്നെ ഹാപ്പിയാക്കി വെക്കുക. കാരണം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, നമ്മളെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ ആരും അതിന് വേണ്ടിയിട്ടുണ്ടാവില്ല. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധങ്ങൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ പുറമെ ആരൊക്കെ എത്രയൊക്കെ കെയറും ലവും ഒക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ തന്നെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 6 ദിവസം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അതായത് പേപ്പർ കറക്ഷനും എക്സാം ഡ്യൂട്ടിയും പീരീഡ്സും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാറ്റർഡേ ഡിസൈഡ് ചെയ്തിരുന്നു നമുക്കൊരു റൈഡ് പോകണമെന്ന്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് നേരെ അവിടെയും പേപ്പർ കറക്ഷനൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിൽ വന്ന് ഒരു ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു നൈറ്റ് റൈഡ് പോയിട്ടു. ആൻഡ് ദാറ്റ് വാസ് ഓസം. അത് മൈൻഡിന് കുറച്ച് റിഫ്രഷ്മെൻറ്റ് തരുന്ന ഒരു കാര്യമായിരുന്നു. അവിടെ നിന്ന് വന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ വന്ന് ഒരു മൂവിയൊക്കെ വെച്ച്, സത്യം പറഞ്ഞാൽ 10 മണിയോളം ആയായിരുന്നു ഞങ്ങൾ കിടക്കുന്ന സമയമാണ്. പക്ഷേ ഡെയിലി റൂട്ടീനൊന്നും മാറി കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആവാം എന്ന് വിചാരിച്ചിട്ട് സാറ്റർഡേ ഒരു മൂവിയൊക്കെ വെച്ച് സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ മൈൻഡ് ഈസ് ലൈക്ക് ഐ ആം റെഡി ഫോർ അനദർ ബാറ്റിൽ എന്ന് നമ്മളോട് പറയൂ കേട്ടോ. അതുകൊണ്ട് നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ ഓരോ മൊമെൻറ്റ്സും ഏറ്റവും പ്യുവറാക്കി വെക്കാനും ഏറ്റവും ഭംഗിയാക്കി വെക്കാനും ശ്രമിക്കുക. കാരണം ജീവിതത്തിൻ്റെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ ഇടവരാതിരിക്കട്ടെ.